ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ലോ എമിനൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെന്റൽ എബിലിറ്റിയിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മെന്റൽ എബിലിറ്റിയിൽ തന്നെ ന്യൂമറിക്കൽ സ്കിൽ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ന്യൂമറിക്കൽ സ്കിൽ ഏരിയയിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസിലെ ഏതാനും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് സാമ്പിൾ പേപ്പർ എന്ന് പറയാം. സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ക്ലിയുടെ ക്രാഷ് കോഴ്സ്, ലാസ്റ്റ് ലാബ് ക്രാഷ് കോഴ്സ് ഞങ്ങൾ ജൂലൈ 10 സ്റ്റാർട്ട് ചെയ്യാണ്. ഈവനിങ് സെഷനാണ്. വർക്ക് ചെയ്യുന്നവർക്ക് കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് പേര് അങ്ങനെയുള്ളവരെ ഞങ്ങളുടെ ക്ലാസ്സിൽ പാർട്ടാവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈവനിങ് സെഷൻ തന്നെ വെക്കുന്നത്. ആഴ്ചയിൽ 4 ദിവസമായിട്ട് ഈവനിങ് സെഷൻ പോവും. ഓൺലൈൻ ലൈവ് സെഷനാണ്, ഇൻട്രാക്റ്റീവ് സെഷനാണ് ഉണ്ടാവുക. ഇപ്പോഴും ജോബ് സെക്യൂരിറ്റിയുടെ പാർട്ടാവണം, എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കോഴ്സിൽ ചേരാൻ കഴിയാത്തവർക്കുള്ള ഒരു സുവർണ അവസരമാണ്. ജൂലൈ 10 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനാണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പം വേഗം തന്നെ ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: A prime number n in the range 10 to 50 remains unchanged. അപ്പൊ ഈ വേർഡാണ് നിങ്ങൾ പ്രത്യേകം നോക്കേണ്ടത്. remains unchanged when its digits are reversed, then the square of such number is. അതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10നും 50ക്കും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിജിറ്റ്സ് മാറിയാൽ മാറാത്ത നമ്പേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? 11, 22, 33, 44. ഇതാണ് നമ്പേഴ്സ് ഉള്ളത്, അല്ലേ? ഈ നമ്പേഴ്സിനെ ഒന്നും ഡിജിറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമ്പറിനൊരു ഡിഫറൻസ് വരില്ല. ഓക്കെ, അപ്പം ഈ നമ്പേഴ്സിൽ പ്രൈം നമ്പർ ഏതാ ഉള്ളത്? എന്തായിരുന്നു പ്രൈം നമ്പർ എന്ന് ഓർമ്മയുണ്ടോ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിനെ ആ നമ്പർ കൊണ്ടോ 1 കൊണ്ടോ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 22 ഒരു പ്രൈം നമ്പർ അല്ല. ബിക്കോസ് 22നെ 11 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ 22 ഒരു പ്രൈം നമ്പർ അല്ല. 33 പ്രൈം നമ്പർ അല്ല, കാരണം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 44 ഒരു പ്രൈം നമ്പർ അല്ല. അപ്പൊ ഈ തന്നതിൽ പ്രൈം നമ്പർ ഏതേ ഉള്ളൂ? 11 ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നത് എന്താ? 11ന്റെ സ്ക്വയർ എന്ത് എന്നാണ് നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ 11ന്റെ സ്ക്വയർ എന്താ വരുന്നത്? 121. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ തിങ്കിങ് അങ്ങനെ പോകുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. പ്രൈം നമ്പർ എന്താണെന്ന് നിങ്ങൾക്കറിയോ? റിവേഴ്സ് ചെയ്താലും മാറാത്ത നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ പെട്ടെന്ന് ആ നമ്പേഴ്സ് പോകുന്നുണ്ടോ? അതൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ ന്യൂമറിക്കൽ സ്കില്ല് നോക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 70? അപ്പം വീണ്ടും നമ്മളിവിടെ പ്രൈം എന്നുള്ളൊരു ഇത് കാണുകയാണ്, അല്ലേ? പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 70. എങ്ങനെയാ ഈ 70യുടെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക? ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താ ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ തന്നതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ 70 കിട്ടുമെന്ന് നോക്കിയാൽ മതി. പക്ഷെ വലിയ നമ്പർ കിട്ടിയാൽ അത് പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 70യെ ഫാക്ടറൈസേഷൻ എന്നുള്ളത് പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ. അപ്പം നമുക്ക് അറിയാവുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാ? 2. 2നെ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അല്ല, 70യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ 70യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 35. ഇനി 35നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 35നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ഏതാ നെക്സ്റ്റ് വരുന്നത്? 5 ആണ്. 35നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7. അപ്പം 70യുടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2, 5, 7. അപ്പൊ ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 5 into 7 35, 35 into 2 70. അപ്പൊ നിങ്ങൾക്ക് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ സാധനം വരുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. നിങ്ങൾക്ക് ആ ധാരണ ഉണ്ടോ എന്നായിരിക്കും അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. 3 numbers which are co-prime to one another. എന്താണ് ഈ co-prime to one another എന്ന് പറഞ്ഞാൽ? 3 നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈം നമ്പേഴ്സ് ആണ്. പിന്നെ നമ്മളോട് എന്താ പറയുന്നത്? സച്ച് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 2 ഈസ് 17. ആദ്യത്തെ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 77 കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് 2 ഈസ് 143. സെക്കൻഡും തേർഡും മൾട്ടിപ്ലൈ ചെയ്താൽ 143 കിട്ടും. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ 3 നമ്പേഴ്സ് ആണ് ചോദ്യം. അപ്പൊ 3 പ്രൈം നമ്പേഴ്സ് ഉണ്ട്, 1 2 3. എന്നിട്ട് പിന്നെ നമ്മളെ അടുത്ത് എന്താ പറയുന്നത്? നമ്മളെ അടുത്ത് പറയുന്നത് ആദ്യത്തെ 2 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ 77 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ 77 കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ ചിന്തയിൽ പോണം. 77, 55, 66, 44 എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നമ്പർ ഏതായിരിക്കും പ്രൈം നമ്പർ? 11 ആയിരിക്കും. അപ്പം 11നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 77 കിട്ടുക? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ. അപ്പൊ ഫസ്റ്റ് നമ്പർ 7 ആയിരിക്കും, സെക്കൻഡ് നമ്പർ 11 ആയിരിക്കും. ഇനി നമ്മളോട് ചോദ്യം നമുക്ക് ആലോചിക്കേണ്ടത് തേർഡ് നമ്പർ ഏത് എന്ന്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു സെക്കൻഡും തേർഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 143 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ 143 കിട്ടണമെങ്കിൽ തേർഡ് നമ്പർ ഏതാവണം? 13 ആവണം. അപ്പൊ ഫസ്റ്റ് നമ്പർ 7, സെക്കൻഡ് 11, തേർഡ് 13. നമ്മളെ എടുത്ത ചോദ്യം ഇത് 3ഉം കൂടെ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇതിന്റെ സം എത്ര എന്നാണ് ചോദ്യം. സം ഈസ് ഈക്വൽ ടു 7 + 11 + 13. അപ്പൊ ആൻസർ എന്ത് വരും? 31 എന്നുള്ള ആൻസറിലേക്ക് പോകും. ഇപ്പൊ നോക്കൂ, പ്രൈം നമ്പേഴ്സിനെ തന്നെ നമ്മൾ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കണ്ടോ. അപ്പൊ പ്രൈം നമ്പർ എന്ത് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് നമ്പർ സീരീസിൽ ക്വസ്റ്റ്യൻസ് വരാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. ഇതൊക്കെ വരുമ്പം പ്രൈം നമ്പർ എന്താണ് എന്നുള്ളതിന്റെ ആ കൺസെപ്റ്റ് ക്ലിയർ ആണോ എന്നുള്ളതാണ് അവർ കാര്യമായിട്ട് ചെക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, സം ഓഫ് ദ ഫസ്റ്റ് 45 നാച്ചുറൽ നമ്പേഴ്സ് ഈസ്. ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് ആലോചിച്ച് നോക്കൂ. 1 + 2 + 3 + 4 + 5. ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നതെന്ന്. 15 ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അങ്ങനെ അടുത്തടുത്ത നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടത്. എന്താ അത്? n × n+1/2. n × n+1/2. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് ഈസ് ഈക്വൽ ടു 10 × 10+1/2. 1 to 50 വരെയുള്ള നമ്പേഴ്സിന്റെ സം എന്ന് വെച്ചാൽ 50 × 51/2. 1 മുതൽ 1 crore വരെയുള്ള നമ്പേഴ്സിന്റെ സം എന്ന് വെച്ചാൽ 1 crore × 1 crore and 1/2. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 45 വരെയുള്ള നമ്പേഴ്സിന്റെ സം എത്രയായിരിക്കും? 45 is equal to 45 × 46/2. 23. അപ്പൊ ആൻസർ എന്ത് വരും? 1035 എന്നുള്ള ആൻസറിലേക്ക് കടക്കും. അപ്പൊ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് കാണാൻ അറിയൂ. ഇത് ഈ ക്വസ്റ്റ്യനിൽ മാത്രമല്ല, വേറെ ചില ക്വസ്റ്റ്യന്റെ പാർട്ടായിട്ടും നിങ്ങൾക്ക് ഈ ഫോർമുല അറിയേണ്ടതുണ്ടാവും. അപ്പൊ ആ n × n+1/2 എന്നുള്ളത് എന്തായാലും ഓർത്ത് വെക്കുക. ഇതിനെ അവിടെ കള്ളിയിലവിടെ വരച്ചു വെക്കുക. ഇത് ഉപയോഗിക്കേണ്ട പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. If the number 9186,876-2, അതായത് ഇത്രയും വലിയൊരു നമ്പറാണ്, ഒരു 7 ഡിജിറ്റ് ഉള്ള നമ്പർ, 7 അക്ക സംഖ്യ. ആ നമ്പറിലെ ഈ നടുക്ക് ഈ ഏരിയയിൽ വരുന്ന നമ്പർ ഏതാണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളെ അടുത്ത് പറയുന്നുണ്ട് ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാറിന്റെ സ്ഥാനത്ത് വരാവുന്ന ഏറ്റവും ചെറിയ നമ്പർ ഏത് എന്നാണ് ചോദ്യം. അവിടെ നമുക്ക് ആദ്യം എന്തറിയണം? ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ എന്താണ് ചെയ്യുക? ഈ ഡിവിസിബിലിറ്റി റൂള് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു 4 or 5 ക്വസ്റ്റ്യൻ പേപ്പർ, ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ഡയറക്റ്റ്ലി ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നല്ല കേട്ടോ ചോദിക്കുക. ഇത് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. ഡിവിസിബിലിറ്റി റൂളിനെ കുറിച്ച് കാര്യമായ നോട്ട് ഞങ്ങളുടെ ഗൈഡിലുണ്ട്. ആമസോണിൽ അവൈലബിൾ ആണ് ജോബ് സെക്യൂറിയുടെ ഗൈഡ്. ആ ഗൈഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ അറിയണം. ഒരു നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ്സ്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 320 ആണ് എന്ന് വിചാരിച്ചോളൂ. 320 ആണെങ്കിൽ ഇതിന്റെ ഈ സൈഡിലേക്ക് 5 വന്നാലും 6 വന്നാലും 8 വന്നാലും ഏത് വന്നോട്ടെ, ഈ നമ്പറിനൊക്കെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരാവുന്ന നമ്പർ ഏത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉടനെ ഓപ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഓപ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് 1 നോക്കുക. 612. 612നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം 7 × 8 56, ബാക്കി 5 വരും. 52-ൽ 8 പോവില്ല, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പകരം 622 ആണെങ്കിൽ നോക്കൂ, ഇവിടെ 5-ന് പകരം 6 വരും, 62-നെയും പറ്റില്ല. 632 ആണെങ്കിൽ നോക്കൂ, 632 ആവുമ്പം ഇവിടെ ആൻസറിൽ ചെറിയ വ്യത്യാസം വരും, അല്ലേ? ചെറിയ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ 632 ആവുമ്പം 63-ൽ നിന്ന് 56 മൈനസ് ചെയ്താൽ 7. 72-ല് 9 ടൈംസ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ സ്റ്റാറിന് പകരം വരാവുന്ന നമ്പർ ഏതാ? 3 ആണ്. ഇത് ഡിവിസിബിലിറ്റി റൂളാണ്. ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ എളുപ്പമാർഗമുണ്ട്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ എളുപ്പമാർഗമുണ്ട്. 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ എളുപ്പമാർഗമുണ്ട്. അങ്ങനെ ഡിവിസിബിലിറ്റി റൂൾ അറിയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നുണ്ടാവുക. ഇതിന്റെ അപ്ലിക്കേഷൻ ലെവലാണ് വരുന്നുണ്ടാവുക. അത് പഠിച്ചു വെക്കാം. ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ ജോബ് സെക്യൂറിയുടെ ഗൈഡ് വാങ്ങുക. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിവിസിബിലിറ്റി റൂള് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. if x and y are the 2 digits of a number, ഇതാണ് നമ്പർ. അതായത് നമ്പർ വരുന്ന ഏതാ? 653, അതായത് 65,300 and something. ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ് XY. such that this number is divisible by 80. അങ്ങനെയാണെങ്കിൽ x + y എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 80 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഏത് വരണം? 0 വരണം. അപ്പൊ y-യുടെ വാല്യൂ 0 മാത്രമേ വരുള്ളൂ. ഇനി 80 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഏതിൻ്റെയൊക്കെ ഡിവിസിബിൾ റൂൾ ആയിരിക്കും നമ്മൾ നോക്കേണ്ടത്? 8-ൻ്റെയും 10-ൻ്റെയും. കാരണം 8 × 10 ആണ് 80. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്, കാരണം y-യുടെ സ്ഥാനത്ത് 0 ആണ്. ഇനി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുക്കണം. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പൊ ഇവിടെ നോക്കൂ, 3-0 ആണ് വരിക. 3-0 വരുമ്പോൾ നമുക്കറിയാം ഇവിടെ 320 വന്നാൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 360 വന്നാലും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 320-യെയും 360-യെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പം എക്സിന്റെ വാല്യൂ എന്തൊക്കെ വരാം? 6 വരാം, 2 വരാം. അപ്പം എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്ത് വരാം? എക്സിന്റെ വാല്യൂ നമ്മളെ അടുത്ത് ചോദിക്കുന്നത് എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈയില് എക്സിന്റെ വാല്യൂ 2 വന്നാൽ 2 പ്ലസ് 0 2 വന്നു. ഇനി എക്സിന്റെ വാല്യൂ 6 വന്നാൽ 6 പ്ലസ് 0 6 വന്നു. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? 2 or 6. ഇവിടെ ഞാൻ പറഞ്ഞ കണ്ടില്ലേ, 10ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയുന്ന ഒരു കുട്ടിക്ക് വൈയുടെ വാല്യൂ 0 വരുള്ളൂ എന്നുള്ളത് പെട്ടെന്ന് ക്ലിക്കാവും. ആ ന്യൂമറിക്കൽ സ്കില്ലാണ് അവിടെ നോക്കുന്നത്. ആ സ്കില്ലുണ്ടോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. 489 പ്ലസ് 375 ഹോൾ സ്ക്വയർ മൈനസ് 489 മൈനസ് 375 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 489 ഇൻറ്റു 375. ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇതിനെന്തായാലും മെനക്കെടണ്ട. കാരണം ഈ എക്സാം കഴിഞ്ഞ് 2 hours എടുക്കേണ്ടി വരും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ, അല്ലേ? 375ന് നമ്മൾ 389നെ 489നെ 375 കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്തും സ്ക്വയറൊക്കെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ 2 hour അതിനേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ എളുപ്പമാർഗം കിടക്കുന്നുണ്ടാവും, ഓർമ്മയിൽ വരണം. ഇവിടെ നോക്കൂ, 489 489 അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇതൊരു എയും ഇതൊരു ബിയുമാണ് എന്ന് വിചാരിച്ചോളൂ. അപ്പോഴോ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി ആണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ ക്ലാസ് പഠിക്കുന്ന എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എത്രയാ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ab. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സാധനം. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4ab ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി, അതായത് എ ബി. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ ക്ലിയർ ആയിട്ട് 4 എന്നുള്ള ഒരു ആൻസർ അവിടെ ക്ലിക്ക് ചെയ്യാനേ ഉള്ളൂ. ഒരു മൾട്ടിപ്ലിക്കേഷനും കൂടി ആവശ്യമില്ല. പക്ഷെ ഈ കൺസെപ്റ്റ് ക്ലിയർ ആണ്. അപ്പൊ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ള, അതായത് നിങ്ങളുടെ എലിമെന്ററി മാത്തമെറ്റിക്സ് ആണ് ഇവിടെ നോക്കുന്നത്. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള മാത്തമെറ്റിക്സ്. അതിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പഠിക്കും, എ ഇൻറ്റു ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അല്ലേ? അതിന്റെ അപ്ലിക്കേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഈ ഒരു ഫോർമുല ഓർമ്മയിൽ ഉണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് അങ്ങനെ 100 വരെയുള്ള നമ്പേഴ്സിന്റെ സം എത്ര? ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശരിക്കും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ പഠിച്ചവരാണെങ്കിൽ അവർക്ക് വേറെ ഫോർമുല ഉണ്ട് കേട്ടോ. ഞാൻ ആ ഫോർമുലയിലേക്കൊന്നും കടക്കില്ല. ഞാൻ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്കും മെന്റൽ എബിലിറ്റി എളുപ്പാവുന്ന വിധത്തിലാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളെ അടുത്ത ചോദ്യം 51 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ സം എത്ര എന്നാണ് ചോദ്യം. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മുതൽ 2, 3 അങ്ങനെ പോയി 50 വരെയുള്ള നമ്പേഴ്സ് പ്ലസ് 51, 52 മുതൽ അങ്ങനെ പോയി 100 വരെയുള്ള നമ്പേഴ്സ്. ഈ നമ്പേഴ്സിൽ ഈ സമ്മിൽ നിന്ന് ഇവിടം വരെയുള്ള സമ്മ് മൈനസ് ചെയ്താൽ ബാക്കിയുള്ള സമ്മ് കിട്ടുമല്ലോ. ടോട്ടൽ സമ്മിൽ നിന്ന് ഈ ഏരിയയിൽ വരുന്ന സമ്മ് മൈനസ് ചെയ്താൽ ഈ സമ്മ് കിട്ടുമല്ലോ. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നു ഫോർമുല, n ഇൻറ്റു n പ്ലസ് 1/2. അപ്പൊ 100 വരെയുള്ള നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 101/2 ഈക്വൽ ടു 5050.
ഇനി 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മോ എങ്ങനെയാ കണ്ടുപിടിക്കാം? 50 ഇൻറ്റു 51/2. 50 ഇൻറ്റു 51/2 ചെയ്താൽ 50യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25. 25 ഇൻറ്റു 51 101275. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. ഇതിനകത്ത് നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏതാണ് ആൻസർ വരിക എന്ന് നോക്കുക. അതായിരിക്കും നിങ്ങളുടെ ആൻസർ. അപ്പം 5050യിൽ നിന്ന് 1275 മൈനസ് ചെയ്താൽ നിങ്ങളുടെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ ആൻസറിലേക്ക് എത്തുകയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. If the product of 3 consecutive integers is 720. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ അടുത്തടുത്ത് വരുന്ന 3 നമ്പറിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലം മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണോ കിട്ടുക അത്. 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 720 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സിന്റെ സം എത്ര എന്നാണ് ചോദ്യം. ശരിക്കും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ എക്സ് ആണ്, തൊട്ടടുത്ത നമ്പർ x+1 ആണ്, അതിനടുത്ത നമ്പർ x+2 ആണ് എന്നെടുത്ത് ഇതിന് 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 720 കിട്ടും എന്നൊക്കെ ചെയ്യണം. പക്ഷേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അവിടെ നമുക്ക് ഇതൊക്കെ ചെയ്തു വരണമെങ്കിൽ കുറേ സമയമെടുക്കും. ഉടനെ തിങ്ക് ചെയ്യാം. 720 ആണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു നമ്പർ 10 ആവാനുള്ള സാധ്യത ഉണ്ട്. 10 ആവാൻ സാധ്യത ഉണ്ട്. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. 10 ആണെങ്കിൽ തൊട്ടടുത്ത നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 9ഉം 8ഉം ആണ്. 9 ഇൻറ്റു 8 എത്രയാ? 72. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 9, 8, 9 and 10 അല്ലേ? ഈ 3 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ 720 കിട്ടും. നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ ചോദിക്കുന്നത്? ഇതിന്റെ സം എത്ര എന്നാണ് ചോദ്യം. 8 + 9 + 10. 8 + 9 17. 17 + 10 27. അപ്പൊ ഇനിയും നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പം മനസ്സിലായിട്ടുണ്ടാവും ന്യൂമറിക്കൽ സ്കില്ലാണ് അവരിവിടെ നോക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ജോബ് സെക്യൂരിറ്റിയുടെ ക്രാഷ് കോഴ്സിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നല്ലൊരു സുവർണ അവസരമാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. ജൂലൈ 10ന് ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. വർക്ക് ചെയ്യുന്നവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഈവനിങ് സെഷനാണ് ഞങ്ങൾ തരുന്നത്. എക്സാം വരെ ക്ലാസ്സസ് പോകുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് ആമസോണിൽ അവൈലബിൾ ആണ്. ഇനി ആമസോണിൽ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഗൈഡ് കിട്ടും. പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റോളുകളിലും ഗൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഇനിയും വേറൊരു വീഡിയോയുമായി ജോബ് സെക്യൂറിയെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.